ആ കൺവെൻഷനിൽ നമ്മുടെ പ്രിയങ്കരനായ മിനിസ്റ്റർ സഖാവ് GR അനിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു പ്രസക്തമായ കാര്യമുണ്ട്. പാർലമെന്റ് മെമ്പർ എന്ന നിലയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി നടത്തുന്ന എല്ലാ സർക്കാർ പരിപാടികളിലും ഡോക്ടർ ശശി തരൂർ ഉൾപ്പെടുത്തും. അദ്ദേഹത്തിന്റെ വിളിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, അദ്ദേഹത്തിനെ വിളിക്കേണ്ടത് കേരളത്തിന്റെ മന്ത്രിമാരല്ല. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഉത്തരവാദിത്തമുണ്ട്, അവർ ക്ഷണിക്കും. ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഒരു പരിപാടികളിലും പങ്കെടുക്കാറില്ല. ഇത്രയും അപ്രാപ്യനാവാൻ ആദ്യ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിശ്വപൗരൻ എന്ന നിലയ്ക്ക് ആളുകൾ ദൂരെ നിന്ന് നോക്കിക്കാണുമ്പോൾ അന്ന് ഭരണമുണ്ടായിരുന്ന UPA ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നപ്പോൾ തിരക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നിഷേധിക്കുന്നില്ല. രണ്ടാം ഘട്ടത്തിലോ എന്ത് തിരക്കാണ്? മൂന്നാം ഘട്ടത്തിലോ പാർലമെന്റിൽ പോയി ഈച്ചയടിക്കാമെന്നല്ലാതെ അവിടെ എന്താ തിരക്ക്? എന്തെങ്കിലും ഉണ്ടോ? BJP ഗവൺമെന്റിന്റെ ഭാഗമാണോ? പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവാണോ? ഈ രാജ്യത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഭരണകൂടത്തിന്റെ ഭാഗമാണോ? അദ്ദേഹത്തിന് പാർലമെന്റ് സെക്ഷൻ സമയം കഴിഞ്ഞാൽ ഈ നിയോജക മണ്ഡലത്തിൽ, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങൾക്കൊപ്പം സഹവർത്തിച്ച് സഹവാസത്തോടുകൂടി ഇവിടുത്തെ ആളുകളുടെ വിഷയം മനസ്സിലാക്കി പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയതല്ലാതെ ശരിയായ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് രാഷ്ട്രീയ വൈര്യ നിര്യാതന ബുദ്ധിയില്ലാത്ത ആളുകൾ ചിന്തിക്കട്ടെ. ഞാനല്ലാതെ വ്യക്തിപരമായി ഒരിക്കലും ആക്ഷേപം ഉന്നയിച്ചതല്ല. അങ്ങനെ ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രം എന്നതിനപ്പുറം, ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലം എന്നതിനപ്പുറം ഈ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു 25 മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ ഒന്നാണ് തിരുവനന്തപുരം. ഈ മണ്ഡലത്തിന്റെ ജനപ്രതിനിധി വിളിച്ചാൽ വിളി കേൾക്കുന്ന ആളായിരിക്കണം, സഹാനുഭൂതിയോടെ ഞാനുണ്ട് എന്ന് പറയുന്ന ഒരാളായിരിക്കണം, ഉറപ്പായി ഞാൻ നിങ്ങൾക്കൊപ്പമാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ഒരാളിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും നിയോഗിച്ചിട്ടുള്ളതും. ഇവിടെ നമുക്കറിയാം, ആര്യങ്കോട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ചെമ്പൂർ ആശുപത്രി ലാബ് 500 രൂപ കൊടുത്താൽ പല കാര്യങ്ങളും കൾച്ചർ ചെയ്ത് വാങ്ങേണ്ട ചെലവ് വരുമ്പോൾ 100 രൂപയ്ക്കും 200 രൂപയ്ക്കും ഇവിടത്തെ സാധാരണ നിരാലംബരും നിരാശ്രയമായ ആളുകൾക്ക് കഴിയുന്നു.